നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആരാധകരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC പ്ലേ ഓഫ് മത്സരം ആദ്യമായി നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെയാണ്. എന്തായാലും നാളെ 7:30 ഒഡീഷ FCയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് മത്സരം നടക്കുന്നത്. എന്തായാലും മത്സരത്തിന് മുന്നോടിയായി ഒഡീഷ FCയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയും എല്ലാം മികച്ച ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ട് മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് മത്സരം ബാംഗ്ലൂർ FCയോട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിൽ ബാംഗ്ലൂർ FC ഒരു റോങ് ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിയിരുന്നു. ആ മത്സരത്തിൽ ഇവാനാശാൻ പറഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെല്ലാം മത്സരം പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് ഗ്രൗണ്ട് വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ ബ്ലാസ്റ്റേഴ്സിന് വലിയ പിഴയും അതേപോലെ തന്നെ കുറേ പണികളെല്ലാം നേരിടേണ്ടി വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്നുള്ള ഫ്രീ കിക്കിനെ തന്നെ തടയാനായിരിക്കണം നോട്ടം ഇടാൻ ശ്രമിക്കുന്നത്. കാരണം ഈ പ്രാവശ്യത്തെ മത്സരത്തിലും ഒഡീഷ FC ഡിഗോ മൗറീഷ്യോ അതേപോലെ തന്നെ റോയ് കൃഷ്ണ, മൊത്താദ ഫൗൾ എന്നീ വിദേശ താരങ്ങളെല്ലാം കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 8ൻ്റെ പണി തന്നെ കിട്ടും. കാരണം ഇവരെല്ലാം മികച്ച രീതിയിൽ ഗോളുകൾ അടിക്കാനും അതേപോലെ തന്നെ അസിസ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുള്ള താരങ്ങളാണ്. എന്തായാലും ആരാധകരുടെ ചോദ്യം, നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ഡിമിട്രിയോസ് ഡയമൻഡോക്കോസും അഡ്രിയാൻ ലൂണയും കളിക്കുമോ എന്ന് തന്നെയാണ്. താരങ്ങൾക്ക് പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഡയമൻഡോക്കോസും അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണയും ഒഡീഷ FCയുടെ മത്സരം നേരിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഉണ്ടെന്നും താരങ്ങളെല്ലാം ഇപ്പോൾ ഒഡീഷയിൽ എത്തിയിട്ടുണ്ടെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ മത്സരത്തിൽ അവർ കളിക്കുമെന്ന് തന്നെ കരുതാം. വീഡിയോ നിർത്തുന്നു.